ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതിയും വിശാലും കൂടി പുറത്തു പോയിട്ട് എന്താ സംഭവിച്ചതെന്നും എവിടേക്കാ പോയതെന്നും സുശീല പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി അപമാനിച്ചു വിടുകയാണ് സുശീലയെ. അതിൽ ചമ്മി മറ്റൊന്നും പറയാനാവാതെ നിൽക്കുകയാണ് സുശീല. അത്രയും പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയി. ജാസ്മിൻ്റെ അടുത്തേക്ക് വന്ന സുശീല വളരെ ദേഷ്യത്തോടെ പറയുന്നു, വിശാലിനെ ഇപ്പോൾ കൈ കിട്ടിയപ്പോൾ പാർവതിക്ക് ചില്ലറയൊന്നും അല്ല അഹങ്കാരം. പാർവതി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചിറക്കി പുണ്യാഹം തളിക്കണം. ഇല്ലെങ്കിലേ അവൾ കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തും. ആൻറ്റി എന്താ കാര്യം എന്താണെന്ന് ആൻറ്റി പറഞ്ഞില്ലല്ലോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ സുശീല പറയുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് കെട്ടിയോനും കെട്ടിയോളും കൂടി പുറത്തു പോയിരിക്കുകയായിരുന്നല്ലോ. തിരികെ വന്നപ്പോൾ ഞാൻ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായി ചെന്നതാണ്. അപ്പോൾ അവക്കത് പിടിച്ചില്ല. ഭാര്യ ഭർത്താവുമാവുമ്പോൾ അവർ പലയിടത്തും പോകും, അവർക്കിടയിൽ പലതും സംഭവിക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് അവർ എൻ്റെ മുഖത്തടിച്ചതുപോലെ ചോദിച്ചു. ഞാനാണെങ്കിൽ അങ്ങ് അയ്യേന്നായിപ്പോയി. അത് കേട്ട് ജാസ്മിൻ പറയുന്നു, അവരുടെ വിശേഷങ്ങൾ ആൻറ്റിക്ക് എന്നോട് ചോദിച്ചാൽ പോരെ. ആൻറ്റി സംശയിക്കുന്നത് പോലെ അവർക്കിടയിൽ ഒരു ചുക്കും നടന്നിട്ടില്ല. അത് കേട്ട് സംശയത്തോടെ സുശീല ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നു, അവരിവിടുന്ന് പുറപ്പെട്ടതു മുതൽ ഒരു നിഴൽ പോലെ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് അവരറിഞ്ഞതേയില്ല. അത് കേട്ട് സന്തോഷത്തോടെ സുശീല പറയുന്നു, അമ്പടി മിടുക്കി, നീ ആള് കൊള്ളാലോ. അല്ല, നീ ഇതിന് അവരുടെ പിന്നാലെ പോയത് അവരുടെ റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനോ? ജാസ്മിൻ പറയുന്നു, റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനോ? അത്രയ്ക്ക് കേടിയാണോ ഈ ഞാൻ പോയതേ കൊല്ലാനാണ്. അത് കേട്ട് സുശീല ഞെട്ടി നിൽക്കുന്നുണ്ട്. പാർവതിയെ കൊല്ലാൻ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല വിശ്വസിക്കാനാകാതെ ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിൻ നീ പറഞ്ഞത് സത്യമാണോ? സുശീല ആൻറ്റിക്ക് ഈ ജാസ്മിനെ ശരിക്കും അറിയില്ല. ആൻറ്റിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും അറിയില്ല. ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചാൽ ഞാൻ കൊന്നിരിക്കും. അതിന് പേടിയോ മടിയോ ഉള്ളവളല്ല ഈ ജാസ്മിൻ. ഞാൻ അതിന് ട്രൈ ചെയ്തതാ. ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് പാർവതിയുടെ നെറ്റിയിൽ ഒരു വെടി, പക്ഷേ ജസ്റ്റ് മിസ്സായി. അപ്പോഴുണ്ടായ കാര്യം ജാസ്മിൻ സുശീലയോട് പറയുന്നു. അവൾ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ വിശാൽ മടങ്ങി വരുന്നത് പാർവതിയുടെ ഡെഡ് ബോഡിയും കൊണ്ടായിരുന്നേനെ. എന്നാൽ ഇതൊക്കെ കേട്ടൊരു ഷോക്കായതുപോലെ സുശീല നിൽക്കുന്നു. എന്ത് പറ്റി സുശീല ആൻറ്റി, പേടിച്ചു പോയോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അല്ല, നീ ഇത്രയ്ക്ക് ടെററാണെന്ന് ഞാൻ കരുതിയില്ല. ആൻറ്റി പേടിക്കണ്ട, എനിക്ക് ശത്രുത പാർവതിയോട് മാത്രമേ ഉള്ളൂ. പിന്നെ ആൻറ്റി എനിക്ക് ചെറിയൊരു സഹായം ചെയ്തു തരണം. പാർവതി അവിടെ പാമ്പിൻ്റെ പുറ്റിൽ നിന്നും താക്കോൽ കൂട്ടം പോലെ എന്തോ ഒന്ന് എടുത്ത് അവളുടെ സാരത്തുമ്പിൽ കെട്ടുന്നത് ഞാൻ കണ്ടു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഈ സമയം സുശീല പാർവതിയുടെ മുറിയിലേക്ക് പോയപ്പോഴും എന്തോ ഒന്ന് സാരത്തുമ്പിൽ കിട്ടുന്നതായിരുന്നു സുശീല കണ്ടത്. അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. എന്ത് തന്നെയാണെങ്കിലും അത് കണ്ടുപിടിക്കണമെന്ന് ജാസ്മിൻ സുശീലയോട് പറഞ്ഞപ്പോൾ, നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. പാർവതി ഒരു പൊട്ടി പെണ്ണായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അവളിപ്പോൾ ആകെ മാറി. നമ്മൾ ഒരു അടി വെച്ചാൽ അവൾ 10 അടി വെക്കും. ഇനി അവൾ അടി വെക്കുന്നതേ മരണത്തിലേക്കായിരിക്കും. എനിക്ക് ഒന്ന് പിഴച്ചു എന്ന് കരുതി അവൾ എന്നേക്കുമായി രക്ഷപ്പെടില്ല. അടുത്ത തവണ എനിക്ക് ഉന്നം പിഴക്കില്ല. എൻ്റെ ബുള്ളറ്റ് അവളുടെ ചങ്ക് തുളച്ച് കയറിയിരിക്കും എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സുശീല. പിന്നീട് കാണിക്കുന്നത്, പ്രഭാവതി പ്രതാപനോട് പറയുന്നു, നീ എന്തിനാടാ ശേഖരനോട് അങ്ങനെ പെരുമാറിയത്? അയാൾ അന്ധനായോണ്ട് പ്രശ്നം അതോടെ തീർന്നു. പ്രതാപ, നമുക്ക് അയാളെ സംശയമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അയാളത് പാർവതിയോട് പറയാൻ സാധ്യതയുണ്ട്. പാർവതി അത് വിശാലിനോടും പറയും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശാലിന് നമ്മളെ സംശയം തോന്നിയെന്ന് വരും. ചേച്ചി, അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അയാളുടെ താടിയും മുടിയും ഒറിജിനൽ ആണോ എന്ന് നോക്കി, പിന്നെ കയ്യിൽ തൃശൂലമുദ്രമുണ്ടോ നോക്കി, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും ആ കണ്ണ് കാണാത്തവന് മനസ്സിലായി കാണില്ല. ചേച്ചി അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും നീ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പെരുമാറേണ്ടതായിരുന്നു. അഥവാ ഇന്ന് നടന്ന കാര്യം അയാൾ പാർവതിയോട് പറഞ്ഞ് വല്ല പ്രശ്നവും ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി നീ തന്നെയായിരിക്കും. നീ മാത്രമായിരിക്കും. അത് നീ മറക്കണ്ട. പിന്നീട് കാണിക്കുന്നത്, വിശാൽ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിൽ നിന്ന് അമ്മയോട് സംസാരിക്കുന്നു. അമ്മയെ, പാർവതിയെക്കുറിച്ച് ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ധാരണകൾ മുഴുവനും അബദ്ധമായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അവളെ നല്ല മനസ്സുള്ള പെണ്ണ. ഇന്നൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ആ പാമ്പിൻ പുറ്റിൻ്റെ കാര്യവും നാഗരാജാവിൻ്റെ കാര്യവും പിന്നെ നാഗരാജാവ് പാർവതിക്കൊരു സമ്മാനം കൊടുത്ത കാര്യവും അമ്മയോട് പറയുകയാണ് വിശാൽ. അവരുടെ ആ ധൈര്യം കണ്ടിട്ട് ഞാൻ വിസ്മയിച്ചു പോയി. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. പാർവതി പറയുന്നത് പോലെ ആ പാമ്പ് അനുസരിച്ചു. പാർവതി ആ കൊലുസ് സാരത്തുമ്പിൽ കെട്ടിവെച്ചു. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജയ ചേച്ചി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പാർവതി പറഞ്ഞു. ജയ ഇൻസ്പെക്ടറിൻ്റെ അനിയത്തിയാണ്. ജയ മരിച്ചുപോയതാണ്. മരിച്ചുപോയ അവൾ പാർവതിയുടെ മുന്നിൽ എത്തുന്നുണ്ട്. അമ്മയും പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ടും അമ്മ എൻ്റെ മുന്നിൽ മാത്രം എന്തുകൊണ്ട് വരുന്നില്ല? പാർവതിക്ക് എങ്ങനെയായി ആ മാനുഷികത കിട്ടിയത്? ഇത് ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? പിന്നീട് കാണിക്കുന്നത്,
പാർവതി രാവിലെ ഇങ്ങനെ പില്ലോയ്ക്ക് കവറിടുകയായിരുന്നു. മണിക്കുട്ടൻ അവിടെ എത്തി. പാറു ഇന്നലെ തന്നെ തിരിച്ചു പോന്നു അല്ലേ? കല്യാണ വാർഷിക ആഘോഷം ഒറ്റ ദിവസം കൊണ്ട് തീർന്നോ? 2 ദിവസം കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? അത് കേട്ട് പാർവതി പറയുന്നു, അങ്ങനെ ആഘോഷിച്ച് നടന്നാൽ മതിയോ? ഇവിടെ വീട്ടുജോലികളൊക്കെ ഒരുപാട് ഉള്ളതല്ലേ? ഇവിടെയുള്ള ജോലികളൊക്കെ ആര് ചെയ്യും? അത് കേട്ട് പല്ലവി അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ വീട്ടുജോലി കഴിഞ്ഞാൽ വിശാൽ സാറും ചേച്ചിയും ഒരുമിച്ചുള്ള ജീവിതം എന്നുണ്ടാകും? ആദ്യം തന്നെ നിങ്ങൾ 2 റൂമിലുള്ള കിടത്ത ഇല്ലാണ്ടാക്കണം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെ എന്തിനാ യാതൊരു ബന്ധമില്ലാതെ അവിടെ ഇവിടെയായിട്ട് കഴിയുന്നത്? എന്താ ചേച്ചി, ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാ ആശ തീരുന്നത്? എങ്ങനെയൊക്കെ പല്ലവി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് കേട്ട് ദേഷ്യത്തോടെ പാർവതി പല്ലവിയോട് പറയുന്നു, ദേ പല്ലവി, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. നീ പ്രായത്തിന് ചേർന്നുള്ള വർത്തമാനം പറഞ്ഞാൽ മതി. മതി. പല്ലവി, നീ എന്തിനാ ഈ കാര്യത്തിലേക്ക് തലയിടുന്നത്? നിനക്ക് ഇതുവരെ ഉദയന്നൂരിലേക്ക് തിരികെ പോവാറായില്ലേ? ഇത് നിന്റെ ചേച്ചിയുടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടല്ലേ? ഇവിടെ നീ എന്തിനാ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? അത് മോശമല്ലേ? അത് കേട്ട് പല്ലവി മണിക്കൂട്ടനോട് ചോദിക്കുന്നു, മണിക്കൂട്ടനെ എന്താ എന്നെ പറഞ്ഞു വിടാൻ ഇത്രയ്ക്ക് ധൃതി? ഞാൻ ഇവിടെ നിന്ന് ഇപ്പോഴെങ്ങും പോകുന്നില്ല. വിശാൽ സാറും ചേച്ചിയും ഇന്ന് ഒരു മുറിയിൽ താമസിക്കുന്നു, അന്നേ ഞാൻ പോകുന്നുള്ളൂ. എൻ്റെ ചേച്ചി, നിങ്ങൾ 2 പേരും ഒരു മുറിയിൽ താമസിക്കുന്ന ആ സുദിനം എന്ന് വരും. അതൊക്കെ നടക്കേണ്ട നേരത്ത് നടന്നോളും. ആ പേരും പറഞ്ഞ് നീ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണ്ട. അതല്ലാതെ നിനക്കിവിടെ എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞ് പാർവതി പുറത്തേക്ക് പോകുന്നു. ശേഷം മണിക്കൂട്ടൻ പല്ലവിയോട് പറയുന്നു, പല്ലവി, നിന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല. ദേ മണിക്കൂട്ട, വേണ്ട, എനിക്ക് എന്താടാ കുറവ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു, നിന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ നീ പലരുടെയും സ്വസ്ഥതകേടുണ്ടാക്കും. നീ എന്താടാ ഈ പറയുന്നത് എന്ന് വീണ്ടും പല്ലവി പറയുന്നുണ്ട്. നിന്റെ മുത്തശ്ശനോട് എത്രയും പെട്ടെന്ന് നിനക്കൊരു ചെറുക്കനെ നോക്കാൻ പറയണം. ഏതെങ്കിലും അമ്പലവാസി പൂജാരി നിനക്ക് വേണ്ടി കണ്ടെത്തി തരും എന്ന് പറഞ്ഞ് മണിക്കൂട്ടൻ അവിടുന്ന് പറന്നു പോയപ്പോൾ ദേഷ്യത്തോടെ പല്ലവി നിൽക്കുന്നു. പിന്നെ അമ്പലവാസി പൂജാരി അങ്ങനെ ഒരാൾക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കാൻ എന്നെ കിട്ടില്ല. എനിക്കും എൻ്റെ ചേച്ചിയെ പോലെ ഒരു കോടീശ്വരനെയായിരിക്കും കല്യാണം കഴിക്കുന്നത്. ശേഷം കാണിക്കുന്നത് വിശാലിന്റെ ഫോണിൽ ഒരാൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നിന്നാണത്. ഫയലുകളെല്ലാം സാറിൻ്റെ ഫോണിലേക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, സാർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയെന്ന് പറയുന്നു. പിന്നെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം വിശാൽ പറയുന്നുണ്ട് അദ്ദേഹത്തോട്. ആ സമയം വിശാലിന് ചായയുമായി പാർവതി എത്തി. ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് വിശാൽ പാർവതിയോട് സംസാരിക്കുന്നു. നീ എപ്പോൾ വന്നു പാർവതി? ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ആ ചായ എടുത്ത് കുടിക്കുകയാണ് വിശാൽ. അപ്പോൾ പാർവതി പറയുന്നു, ഞാൻ വരുമ്പോൾ വിശാൽ സാർ വീഡിയോ ഫോണിലായിരുന്നില്ലേ, അതുകൊണ്ടാണ് സാർ അറിയാതിരുന്നത്. ഞാൻ ഓഫീസിലെ ചില കാര്യങ്ങൾ വീഡിയോ കോളിലൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു, അതെനിക്ക് മനസ്സിലായിരുന്നു. എന്നിട്ട് വിശാലിൻ്റെ അരികിലേക്ക് ഇരിക്കുന്നു. അല്ല വിശാൽ സാറേ, സാറിപ്പോൾ വീഡിയോ ഫോണിൽ സംസാരിച്ചില്ലേ? അത് കേട്ട് വിശാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വീഡിയോ ഫോണല്ല വീഡിയോ കോൾ എന്ന്. അതെ തന്നെ, വീഡിയോ ഫോൺ നമുക്ക് പിന്നെയും കാണാൻ പറ്റുമോ? വിശാൽ പറയുന്നു, എന്താ, നമ്മൾ ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തു വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ആ വീഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ കാര്യം ആലോചിക്കുന്നു. പ്രതാപൻ്റെയും പ്രഭാവതിയുടെയും സംസാരം. നീ എന്തായി ചിന്തിച്ച് നിൽക്കുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, അല്ല വിശാൽ സാറേ, അപ്പോൾ പ്രഭാവതിയമ്മയും പ്രതാപൻ സാറും സംസാരിച്ച ആ വീഡിയോ ഇനി എപ്പോൾ വേണമെങ്കിലും കാണാം അല്ലേ? സംശയത്തോടെ വിശാൽ പറയുന്നു, നീ എന്താ പറഞ്ഞത്? പ്രഭാവതിയമ്മയും പ്രതാപൻ സാറും കൂടി സംസാരിച്ച വീഡിയോ നീ റെക്കോർഡ് ചെയ്തെന്നോ? പാർവതി പറയുന്നു, റെക്കോർഡ് ചെയ്തു. ആരാ അത് റെക്കോർഡ് ചെയ്തത്? അതിൽ അവരെന്താ പറയുന്നത്? ആ വീഡിയോ നീ കണ്ടോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഞാൻ വീഡിയോ കണ്ടു, പക്ഷേ അവരവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കത്ര വ്യക്തമായില്ല. അത് റെക്കോർഡ് ചെയ്തത് ആരാണെന്ന് വിശാൽ ചോദിച്ചപ്പോൾ ജാസ്മിനാണ് റെക്കോർഡ് ചെയ്തതെന്ന് പാർവതി പറയുന്നു. ജാസ്മിൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംതിങ് റോങ്, അതിലെന്തോ ഒരു പന്തികേടുണ്ട്. വിശാൽ സാർ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ, നീ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് വിശാൽ മുന്നേ നടക്കുന്നു. പാർവതിയും വിളിക്കുന്നുണ്ട്. വിശാൽ സാർ എന്താ പറഞ്ഞത്? ജാസ്മിൻ വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ എന്തോ പന്തികേടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പാർവതി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം പ്രഭാവതിയും പ്രതാപനും കൂടി ഇങ്ങനെ സംസാരിച്ച് ഹോളിൽ നിൽക്കുമായിരുന്നു. ശേഖർ അവിടേക്ക് വന്നു. ശേഖറിനെ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ച് നിൽക്കുന്നത്. ആ സമയം ശേഖർ അവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നു. അവർ പോകാൻ തുടങ്ങിയപ്പോൾ പ്രതാപൻ ശേഖറിനെ കാണുന്നു. ഓ, കണ്ണ് കാണാത്തവനാണല്ലോ ശകുനം, പോകുന്നതിൽ ഫലം ഉണ്ടാവുമോ എന്തോ. അങ്ങനെ അവർ പോകാൻ തുടങ്ങും. ശേഖർ വീണ്ടും അവർക്ക് കുറുകെ നടന്നു പോവുകയാണ്. ഷെടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പ്രഭാവതി പറയുന്നു. നിങ്ങളെന്ന വഴിയിൽ നിന്ന് മാറി തരുമോ?
പ്രതാപ ഇയാളെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തിക്കേ എന്നെ പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട്. എങ്ങോട്ടാ, ഇങ്ങോട്ട് മാറി നിന്നേ. അങ്ങനെ പ്രതാപൻ ശേഖരനെ പിടിച്ച് തിരിച്ചങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അകത്തങ്ങാണ പോയി നിൽക്ക് എന്നും പറയുന്നു. ആ സമയത്താണ് വിശാൽ അവിടേക്ക് വന്നിട്ട് അമ്മേ ഒന്ന് നിൽക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കുന്നു. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക. എന്താണ് എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്. പോവാൻ വരട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, എടാ ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, പോയിട്ട് വന്നിട്ട് സംസാരിക്കാം, ചേച്ചി വന്നേ. അത് കേട്ട് ദേഷ്യത്തോടെ വിശാൽ പറയുന്നുണ്ട്, അത് പറ്റില്ല, സംസാരിച്ചിട്ട് പോയാൽ മതി. നീ എന്താടാ ഞങ്ങളോട് ഉത്തരവിടുന്നോ? എന്നെ തുടങ്ങിയ സ്വഭാവം നീ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നെ പ്രഭാവതി പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് എല്ലാവരും വരുന്നു. വിശാൽ പ്രഭാവതിയോട് പറയുന്നു, എനിക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. എൻ്റെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം, എന്നിട്ട് പോകാം. എന്താ വിശാലെ, എന്താ പ്രശ്നം എന്ന് വിജയമ്മ ചോദിച്ചപ്പോൾ പ്രശ്നം പറയേണ്ടതേ ഇവരാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ കുറച്ചു നേരമായല്ലോ നീ മനസ്സിൽ വെച്ചെന്തോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ. വിശാൽ അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അത് കേട്ട് പ്രഭാവതിയും പ്രതാപനും ഒന്ന് ഞെട്ടി. ഗൂഢാലോചനയോ എന്ന് സംശയത്തോടെ പ്രഭാവതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വിശാൽ പറയുന്നു, ഒന്നും അറിയാത്തതുപോലെ പറയരുത്. അമ്മയും മംഗളും ചേർന്ന് ഇവിടെ ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നതിലെ തെളിവുണ്ട്. കുടുംബത്തിനെതിരെ സംസാരിച്ചെന്നോ? നിനക്ക് എന്താടാ ബുദ്ധിഭ്രമം ബാധിച്ചോ? അതോ തലയ്ക്ക് വല്ല വെളിവും പോയോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ എന്താ സംസാരിച്ചത് അത് പറ. വിശാലെ നീ അതിരി കിടക്കുന്നു എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, വിശാലെ ഇവരെന്ത് സംസാരിച്ചെന്നാ? എന്നാൽ വിശാൽ പറയുന്നു, അത് ഞാൻ കേട്ടില്ല. കേൾക്കാത്ത കാര്യത്തിലാണോ നീ ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, നേരിട്ട് കേട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. എടാ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വാസ്തവം എന്ന് പറയുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിച്ചതിന് തെളിവുണ്ടെന്ന് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എങ്കിൽ ആ തെളിവ് കാണിക്കേ, എവിടെയത്? അത് ജാസ്മിന്റെ ഫോണിലാണുള്ളത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിനും പ്രഭാവതിയൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ് ജാസ്മിൻ. ഫോൺ പിന്നിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് ജാസ്മിൻ രഹസ്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിശാൽ പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ പ്രഭാവതി ജാസ്മിനെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.